ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ 10 ആണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഡോൾസ് അല്ലേ? പാവ വേണോ പാവ. സെബി ആൻഡ് ജോജി ആർ റിട്ടേണിങ് ഹോം ആഫ്റ്റർ സെല്ലിങ് ഡോൾസ്. പാവ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സെബിയും ജോജിയും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ സെബി എന്താ പറയുന്നത്? ടുഡേ സെയിൽ ഈസ് നോട്ട് ബാഡ് അല്ലേ? ഇന്നത്തെ കച്ചവടം മോശമില്ല എന്ന്. അപ്പോൾ ജോജി പറയാണ് യെസ്, ഹാഫ് ദ ഡോൾസ് സോൾഡ് ആൻഡ് 10 ഡോൾസ് ലെഫ്റ്റ് അല്ലേ? അതേ, കൊണ്ടുപോയതിൽ പകുതി ഡോൾസും വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 ആണ് ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ ബ്രിങ് ഫോർ സെയിൽ? അവരെത്ര പാവകളാണ്, എത്ര ഡോൾസാണ് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയത്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മുകളിൽ 10 ഡോൾസാണ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10 ഡോൾസാണ് ബാക്കിയുള്ളത്. ഹാഫ് ഡോൾസ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സെയിലായിട്ടുണ്ട്. അപ്പോൾ 10 + 10 അല്ലേ? 10ൻ്റെ ഡബിൾ അല്ലേ? അതിൻ്റെ പകുതി ആണ് 10. 10 വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി 10 ബാലൻസും ഉണ്ട്. അപ്പോൾ 10 + 10 20 ഡോൾസാണ് അവർ ആകെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഫാമിലിയോ എല്ലാവരും കൂടെ ഡോൾസ് ഉണ്ടാക്കാനിരിക്കുകയാണ് അല്ലേ? ജസ്റ്റ് 2 days ഫോർ പൂരം. അപ്പോൾ മുത്തശ്ശൻ പറയാണ് 2 ദിവസം കഴിഞ്ഞാൽ പൂരം അല്ലേ എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നത് എന്താണ്? വി മസ്റ്റ് മേക്ക് മെനി ഡോൾസ്. നമുക്ക് കുറേ പാവകൾ ഉണ്ടാക്കണം. മുത്തശ്ശി ചോദിക്കുകയാണ് ക്യാൻ വി ഡു ഇറ്റ്? നമുക്കത് പറ്റുമോ? അപ്പോൾ കുട്ടികൾ പറയാണ് വി വിൽ ഓൾസോ ഹെൽപ്പ്. ഞങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അല്ലേ? സി ദ നമ്പർ ഓഫ് ഡോൾസ് ദേ മെയ്ഡ് ഇൻ 2 days. അങ്ങനെ അവർ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഡോൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡേ സെബി 12ഉം ജോജി 6ഉം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മൊത്തം എത്രയായി? ആകെ എത്രയായി? ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ മേക്ക് ഇൻ ഓൾ? 12 + 6 = 10 + 2 + 6 അല്ലേ? അതായത് 12 എന്നുള്ളത് എന്താണ്? 10 + 2 ആക്കി, 6 അതിനോട് പ്ലസ് ചെയ്ത് എളുപ്പത്തിന്. അപ്പോൾ എത്രയായി? 10 + 8 18 ആണ് അല്ലേ? പിന്നെയോ സെക്കൻഡ് ഡേ സെബി മെയ്ഡ് 7 ആൻഡ് ജോജി മെയ്ഡ് 11. ഹൗ മെനി ഡോൾസ് ഇൻ ഓൾ? 7 + 11 = 7 അവിടെ വെച്ചു. 10 + 1 ആക്കിയില്ലേ 11. അപ്പോൾ എങ്ങനെയാ? 10 + 8 = 18. അപ്പോൾ ഫസ്റ്റ് ഡേയും 18, സെക്കൻഡ് ഡേയും 18. അപ്പോൾ ഇവിടെ ഈ കുട്ടി പറയാണ് ഐ ഡിഡ് ലൈക്ക് ദീസ്. 7 + 11 = 7 + 10 + 1. അതായത് എന്താണ്? 17 + 1 = 18. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി ഹൗ മെനി ഡോൾസ് ഡിഡ് സെബി മേക്ക് ഇൻ 2 days? 2 ദിവസവും സെബി എത്ര പാവകൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇവിടെ എഴുതണം. അപ്പോൾ വീണ്ടും 2 ദിവസം കൂടെ ഉണ്ടാക്കിയതിൽ 12 + 7 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 12നെ നമുക്ക് എന്ത് ചെയ്യാം? 10 + 2 ആക്കാം, എന്നിട്ട് +7. അപ്പോൾ 10 + 9 എത്രയാണ്? 19 ആണ് അല്ലേ? ഇനി ഹൗ മെനി ഡോൾസ് ഡിഡ് ജോജി മേക്ക് ഇൻ 2 days? അപ്പോൾ ഇവിടെ 6 + 11 ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 11നെ എന്ത് ചെയ്യുക? 10 + 1 ആക്കുക അല്ലേ? 6 + 10 + 1 10 പിന്നെയോ 6 + 1 എത്രയാ? 7 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാ? 17. അപ്പോൾ 12 + 7 എന്ന് പറഞ്ഞാൽ 19 ആണ്. അതുപോലെ തന്നെ 12 + 2 + 7 എന്ന് പറഞ്ഞാലും 19 ആണ്. ഇനി 6 + 11 എന്ന് പറഞ്ഞാൽ 17 ആണ്. 6 + 10 + 1 എന്ന് പറഞ്ഞാലും 17 ആണ് കേട്ടോ. ദ റിമൈനിങ് 6 ഓഫ് ഡോൾസ് സെബി മെയ്ഡ് വേർ സോൾഡ് അല്ലേ? സെബി ഉണ്ടാക്കിയ പാവകളിൽ 6 നമ്പർ വിറ്റ് പോയിട്ടുണ്ട്. ആതിര ബോട്ട് 2 ആൻഡ് തോമസ് ബോട്ട് 4. അതിൽ 2 ആതിരയും വാങ്ങി, 4 തോമസും ആണ് വാങ്ങിയത്. ഇനി ഹൗ മെനി ലെഫ്റ്റ്? ഇനി എത്രയാണ് ഉള്ളത്? സെബി മെയ്ഡ് 12 ഡോൾസ്. അപ്പോൾ സെബിയുടെ കയ്യിൽ 12 ഡോൾസ് ആണുള്ളത്. വിറ്റതോ? സോൾഡ് 6 ആണ്. ഡോൾസ് ലെഫ്റ്റ് 12 - 6. 12ൽ നിന്നും 6 മൈനസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സബ്സ്ട്രാക്ട് ദ ഡോൾസ് ആതിര ബോർഡ്. ആദ്യം നമ്മൾ ആതിര വാങ്ങിയ ഡോൾസിൻ്റെ നമ്പർ ഇതിൽ നിന്ന് കുറയ്ക്കുക അല്ലേ? 12 - 2 ആണ് ആതിര വാങ്ങിയത്. അപ്പോൾ എത്ര കിട്ടി?
10 കിട്ടി. ഇനി ദെൻ സബ്സ്ട്രാക്ട് ദ ഡോൾസ് തോമസ് ബോട്ട്. തോമസ് വാങ്ങിയത് 4 ആണ്. അപ്പോൾ 10ൽ നിന്നും വീണ്ടും 4 കുറയ്ക്കുന്ന സമയത്ത് 6 ആണ്. നൗ വി ഹാവ് സബ്സ്ട്രാക്റ്റഡ് 6 ഫ്രം 12. അപ്പോൾ 12ൽ നിന്ന് 6 കുറച്ചല്ലോ, മൈനസ് ചെയ്തല്ലോ. ഹൗ ഐ കാൽക്കുലേറ്റഡ്? 6 ആഡഡ് ടു 6 gives 12. 6നോട് 6 പ്ലസ് ചെയ്താലാണ് 12. അതുകൊണ്ട് തന്നെ 12 മൈനസ് 6 എത്രയാണ്? 6 ആണ് അല്ലേ. പിന്നെയോ 7 dolls ഓഫ് ദ 11 dolls ജോജി മെയ്ഡ് വേർ സോൾഡ്. ജോജി ഉണ്ടാക്കിയ പാവകളിൽ എത്ര പാവകളാണ്? 11 പാവകളിൽ 7 ആണ് സോൾഡ് ആയത്, വിറ്റത്. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ്? അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ജോജി മെയ്ഡ് 11 ഡോൾസ് ലെഫ്റ്റ്. എത്ര എണ്ണ വിറ്റത്? 7 ആണ് അല്ലേ. അപ്പോൾ 11 മൈനസ് 7 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 1 വാസ് സോൾഡ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 11ൽ നിന്നും 1 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. പിന്നെ ദെൻ 6 മോർ സോൾഡ്. ബാലൻസ് 10ൽ നിന്നും 6 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. അതായത് 4 ആഡഡ് ടു 7 gives 11. 11 7നോട് എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യുമ്പോഴാണ്. അതായത് 11 മൈനസ് 7 ആണ് 4. നെക്സ്റ്റ് ആഫ്റ്റർ ദ സെയിൽ 14 dolls of the 19 Sebi made were sold and 15 dolls of the 17 Joji made were also sold. അതായത് സെബി ഉണ്ടാക്കിയ 19 ഡോൾസിൽ നിന്ന് 14 ഡോൾസും ജോജി ഉണ്ടാക്കിയ 17 ഡോൾസിൽ നിന്ന് 15 ഡോൾസും ആണ് സോൾഡ് ആയത്. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ഈച്ച്? അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര പാവകൾ ബാക്കിയുണ്ട്? അപ്പോൾ ഡോൾസ് സെബി മെയ്ഡ്, സെബി ഉണ്ടാക്കിയത് എത്ര എണ്ണമാണ്? 19 ആണ് അല്ലേ. വിറ്റതോ സോൾഡ് 14 ആണ്. ഡോൾസ് ലെഫ്റ്റ് എത്രയാണ് ബാലൻസ് ഉള്ളത്? 19 മൈനസ് 14 ഈക്വൽ ടു 5 ഡോൾസ് ആണ് ബാക്കിയുള്ളത്. പിന്നെ ഡോൾസ് ജോജി മെയ്ഡ്, ജോജി എത്ര എണ്ണം ഉണ്ടാക്കിയത്? 17 ആണ്. സോൾഡ് 15 ആണ്. ഡോൾസ് ലെഫ്റ്റ് എത്രയാ? 17 മൈനസ് 15 എത്രയാ മക്കളെ? 2 ആണ് അല്ലേ. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ബോത്ത് ഓഫ് ദം ടുഗദർ? രണ്ട് പേരുടെയും കൂടെ ഡോൾസ് എത്ര ബാക്കിയുണ്ട്? 5 പ്ലസ് 2 7 ആണ് അല്ലേ. നെക്സ്റ്റ് നമ്പർ ഓഫ് ഡോൾസ്, പാവകളുടെ എണ്ണം. ഹാവ് യു സീൻ ദ നമ്പർ ഓഫ് ഡോൾസ് സെബി ആൻഡ് ജോജി മെയ്ഡ്? സെബിയും ജോജിയും ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം കണ്ടല്ലോ. സെബി ഫസ്റ്റ് ഡേ 12, സെക്കൻഡ് ഡേ 7. ജോജി ഫസ്റ്റ് ഡേ 6, സെക്കൻഡ് ഡേ 11. മാർക്ക് ദ കറക്റ്റ് വൺ വിത്ത് എ ടിക്ക് മാർക്ക്, പിന്നെ ദ റോങ് വൺസ് വിത്ത് എ ഇൻറ്റു മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജോജി മെയ്ഡ് 6 മോർ ഡോൾസ് ദാൻ സെബി ദ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ ജോജി സെബിയേക്കാൾ 6 ഡോൾസ് കൂടുതൽ ഉണ്ടാക്കി. തെറ്റാണ് അല്ലേ, ഫോൾസ് ആണ്. അപ്പോൾ സെബിയാണ് കൂടുതൽ ഉണ്ടാക്കിയത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഡോൾസ് ജോജി മെയ്ഡ് ഇൻ 2 days ഈസ് 3 less than 20. 2 ദിവസവും കൂടി ജോജി ഉണ്ടാക്കിയ ഡോൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 20യേക്കാൾ 3 കുറവാണ്, 3 കുറവാണ്. അപ്പോൾ ജോജി ഫസ്റ്റ് ഡേ 6 ആണ്, സെക്കൻഡ് ഡേ 11 ആണ് അല്ലേ. അപ്പോൾ 11 പ്ലസ് 6 എത്രയാണ്? 17 ആണ്. അപ്പോൾ 20യിലേക്ക് 3 അല്ലേ, 17ന് വേണ്ടി 18, 19, 20. അപ്പോൾ അത് ശരിയാണ് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, ജോജി മെയ്ഡ് മോർ ഡോൾസ് ഇൻ 2 days. 2 ദിവസവും കൂടി കൂടുതൽ പാവകൾ ഉണ്ടാക്കിയത് ജോജിയാണ്. അല്ല അല്ലേ, ജോജി 6 + 11 = 17 ഡോൾസ് ആണ് ഉണ്ടാക്കിയത്. എന്നാൽ സെബി 12 + 7 = 19 ഡോൾസ്. അപ്പം അത് തെറ്റാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഡോൾസ് സെബി മെയ്ഡ് ദ ഫസ്റ്റ് ഡേ ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഡോൾസ് ഷീ മെയ്ഡ് ദ സെക്കൻഡ് ഡേ. സെബി ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം സെക്കൻഡ് ഡേയേക്കാൾ കുറവാണ്. അപ്പോൾ അതും തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഡേ 12 ആണ്, സെക്കൻഡ് ഡേ 7 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് കൂടുതലുള്ളത്.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെബി ആൻഡ് ജോജി മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ് ഇൻ 2 days. സെബിയും ജോജിയും ആകെ ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ല അല്ലേ, 17ഉം 19ഉം ആണ്. നെക്സ്റ്റ്, ലെറ്റ് us മേക്ക് എ ഷർട്ട് അല്ലേ, ഉടുപ്പ് ഉണ്ടാക്കാം. സീ ദ ഷർട്ട് സെബി ആൻഡ് ജോജി മെയ്ഡ്. സെബിയും ജോജിയും കൂടി ഉണ്ടാക്കിയ ഉടുപ്പുകളാണ് കേട്ടോ. ഡ്രോ ദ സെയിം പാറ്റേൺ ഓൺ ദ റൈറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രെറ്റിയർ ആൻഡ് കളർ ദം ടു. ഇടതുവശത്തുള്ളതുപോലെ നിങ്ങൾ മറുഭാഗത്തും കൂടെ ഇതേപോലെ ചിത്രങ്ങൾ വരച്ചിട്ട് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ അവിടെ അതുപോലെ വരയ്ക്കുക, എന്നിട്ട് കളർ ചെയ്യണം കേട്ടോ. മേക്ക് എ ഷർട്ട് യൂസിങ് കളേർഡ് പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. പിന്നെ നിങ്ങൾ കളർ പേപ്പറുകൾ കൊണ്ടൊക്കെ ഉടുപ്പുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ താഴെ ഒട്ടിക്കുകയും ചെയ്യണേ. നെക്സ്റ്റ് എന്താണ്, ലെറ്റേഴ്സ് റൈറ്റ് ദ പ്രൈസസ് അല്ലേ, ഓരോന്നിൻ്റെയും പ്രൈസ് എഴുതാനാണ്. വി വിൽ പേസ്റ്റ് ദ പ്രൈസ് സ്റ്റിക്കേഴ്സ്. വില എഴുതിയ സ്റ്റിക്കർ ഞങ്ങൾ ഒട്ടിക്കാമെന്ന് പറയാണ് കുട്ടികൾ. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഏറ്റവും കൂടിയ വില ഏതാണ് എന്ന്. 90 ആണല്ലേ. ഇനി അറേഞ്ച് ദീസ് പ്രൈസസ് ഫ്രം ദ ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ് ഇൻ ഓർഡർ. അപ്പോൾ ഈ പ്രൈസസിനെ നിങ്ങൾ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന് ആ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 20, പിന്നെ 40, 50, 59, 75, 85. ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് 90. നെക്സ്റ്റ്, സോനു ഹാസ് എ 50 rupee നോട്ട് ആൻഡ് എ 10 rupee നോട്ട്. സോനുവിൻ്റെ കയ്യിൽ ഒരു 50 rupee നോട്ടും ഉണ്ട്, 10 rupee നോട്ടും ഉണ്ട്. ഡോൾസ് ഓഫ് വാട്ട് ഓൾ പ്രൈസസ് ക്യാൻ ഹി ബൈ. അങ്ങനെയെങ്കിൽ സോനുവിന് ഏതൊക്കെ വിലയുള്ളത് വാങ്ങാൻ കഴിയും? അപ്പോൾ വേണമെങ്കിൽ 40ൻ്റെ ഡോള് വാങ്ങാം, 20യുടേത് വാങ്ങാം, 50യുടെ വാങ്ങാം, അതുപോലെ തന്നെ 59ൻ്റെത് വേണമെങ്കിൽ വാങ്ങാം. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? 60 റുപ്പീസാണ് സോനുവിൻ്റെ കയ്യിലുള്ളത് അല്ലേ. 50 + 10 എത്രയാ? 60 ആണ്. അപ്പോൾ 60നെക്കാട്ടിലും കുറവുള്ളത് വാങ്ങാൻ കഴിയും. ക്യാൻ സോനു ബൈ 2 ഡോൾസ്? 2 ഡോൾസ് വാങ്ങാൻ കഴിയൂലേ. ഒരു 20യും ഒരു 40യുടേതും വാങ്ങാൻ കഴിയും. അപ്പോഴും 60 അല്ലേ ആവുക. ഇനി നെക്സ്റ്റ് എന്താണ്, ലെറ്റസ് സ്റ്റാക്ക് ദ ബോക്സസ് അല്ലേ, പെട്ടികൾ അടുക്കി വെക്കാം. ലുക്ക് അറ്റ് ദ ബോക്സസ് ഓഫ് ഡോൾസ് സ്റ്റാക്ക്ഡ് ഇൻ 2 piles അല്ലേ. പാവകൾ, ഡോൾസ് നിറച്ച പെട്ടികൾ 2 പിന്നെ കൂട്ടമായിട്ടാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് അപ്പോൾ എത്ര ബോക്സ് ഉണ്ട് മക്കളെ? ഫസ്റ്റത്തെ ആ ഒരു അട്ടിയിൽ 10 ആണുള്ളത്, സെക്കൻഡിൽ 8. അപ്പോൾ 10 + 8 എത്രയാ? 18 ബോക്സസ് ഉണ്ട് അല്ലേ. സീ ദ ബോക്സസ് സ്റ്റാക്ക്ഡ് അനദർ വേ. അതേ ബോക്സ് തന്നെ വേറെ രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇൻ വാട്ട് അതർ വേസ് ദ ബോക്സസ് ക്യാൻ ബി സ്റ്റാക്ക്ഡ്? ഇതിലിപ്പോൾ തന്നിട്ടുള്ളത് എത്രയാ? 12 ആണ് തന്നിട്ടുള്ളത്, ഇവിടെ 6 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 12 + 6ഉം എത്രയാണ്? 18 ആണ്. ഇനി നമുക്ക് 18നെ ഏതൊക്കെ രീതിയിൽ അടുക്കി വയ്ക്കാം, ഏതൊക്കെ 2 ഗ്രൂപ്പുകളാക്കി വയ്ക്കാം? 9 + 9, 11 + 7, 13 + 5, 14 + 4, 15 + 3, 16 + 2, 17 + 1. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് 2 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാം. നെക്സ്റ്റ് എന്താണ്, ഒരു കുട്ടിയോട് പറയാണ്, ഡിയർ ബൈ 2 റോൾസ് ഓഫ് ത്രെഡ് ആൻഡ് എ നീഡിൽ അല്ലേ. മോളെ എനിക്ക് 2 നൂലും സൂചിയും വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുകയാണ്. 2 നൂലും ഒരു സൂചിയും. അങ്ങനെ കുട്ടി കടയിലെത്തി. ഐ വാണ്ട് 1 റോൾ ഓഫ് ത്രെഡ് ആൻഡ് 2 നീഡിൽസ്. എന്താ കുട്ടി പറഞ്ഞത്? 1 ത്രെഡ് വേണം, അതുപോലെ തന്നെ 2 നീഡിൽസ് അല്ലേ. അയാൾ പറഞ്ഞതിൽ നിന്ന് തിരിച്ചാണ് പറഞ്ഞത്. അയാൾ എന്താ പറഞ്ഞത്? 2 ത്രെഡും 1 നീഡിലും ആണ് പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ പറയാണ്, ഐ റോൾ ഓഫ് ത്രെഡ് ഈസ് 10 rupees ആൻഡ് എ നീഡിൽ ഈസ് 5 rupees. നൂലിന് 10 rupees ആണ്, പിന്നെ നീഡിലിന് 5 rupees ആണ്, സൂചിക്ക് 5 രൂപയാണ് എന്ന് പറയാണ്. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത്, മെയ്ഡ് എ മിസ്റ്റേക്ക് അല്ലേ, മാറിപ്പോയല്ലോ. വിൽ ഐ ഗെറ്റ് 2 നീഡിൽസ് ഫോർ ദ പ്രൈസ് ഓഫ് 1 റോൾ ഓഫ് ത്രെഡ് അല്ലേ. ഒരു നൂലിൻ്റെ വിലയ്ക്ക് 2 സൂചി കിട്ടുമോ? കിട്ടും അല്ലേ. ഒരു നൂലിന് 10 രൂപയാണ്, 10 rupees ആണ്. അപ്പോൾ സൂചിക്ക് എന്താണ്? നീഡിലിന് 5 rupees ആണ്. 5 + 5 ആണ് 10. അപ്പോൾ ഒരു നൂലിൻ്റെ പൈസയ്ക്ക് 2 സൂചി കിട്ടും അല്ലേ. 2 നീഡിൽസ് കിട്ടും. വിച്ച് കോസ്റ്റ് മോർ, 2 നീഡിൽസ് ആൻഡ് 1 റോൾ ഓഫ് ത്രെഡ് ഓർ 1 നീഡിൽ ആൻഡ് 2 റോൾസ് ഓഫ് ത്രെഡ്?
രണ്ട് സൂചിയും ഒരു നൂലും വാങ്ങുന്നതിനാണോ അല്ലെങ്കിൽ ഒരു സൂചിയും രണ്ട് നൂലും വാങ്ങുന്നതിനാണോ കൂടുതൽ പൈസ വേണ്ടത്? നമുക്ക് നോക്കാം അല്ലേ. 1 നീഡിലും 2 ത്രെഡ്സും വാങ്ങുകയാണെങ്കിൽ 1 നീഡിലിന് 5 റുപ്പീസ്, 2 ത്രെഡ്സിന് 10 + 10 20 റുപ്പീസ്. അപ്പോൾ 5 + 20 എത്രയാ? 25 ആകും. ഇനി 2 നീഡിലും 1 ത്രെഡും വാങ്ങുകയാണെങ്കിലോ 2 നീഡിലിന് 5 + 5 10 ആണ്, 1 ത്രെഡിന് 10ഉം. അപ്പോൾ 10 + 10 20 ആണ്. അപ്പോൾ എങ്ങനെ വാങ്ങുമ്പോഴാണ് കൂടുതൽ പൈസയാവുന്നത്? 1 നീഡിൽ ആൻഡ് 2 ത്രെഡ്സ് അല്ലേ. നെക്സ്റ്റ് റൈറ്റ് ദ പ്രൈസസ് ഇൻ ഓർഡർ. അപ്പം നമുക്ക് ഈ പ്രൈസസ് ഓർഡറിൽ എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് പ്രൈസ് ഉള്ളത്? 25, 70, 53, 38, 92, 85. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? 92 ആണ് അല്ലേ. ആൻഡ് ദ ലോവസ്റ്റ് ഏറ്റവും കുറഞ്ഞതോ? 25. ഇനി റൈറ്റ് ദ പ്രൈസസ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് ഇൻ ഓർഡർ. അപ്പം നിങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എത്രയാണ്? 92, 85, 70, 53, 38, 25 കേട്ടോ. ആദ്യം വലുത്, പിന്നെ ഉള്ളതിൽ ഏതാ വലുത് നോക്കുക. അങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്ലോക്ക് മാത്ത് അല്ലേ. റൈറ്റ് നമ്പേഴ്സ് ഇൻ ബ്ലാങ്ക് ബോക്സസ്. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ബോക്സസിൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോക്കിൽ എങ്ങനെയാണ് മക്കളെ? നമ്മൾ 1 എത്തുമ്പം എത്രയാ വരിക? 5 ആണ്. പിന്നെ 2 എത്തുമ്പോൾ 10, 3 എത്തുമ്പോൾ 15, 4 എത്തുമ്പോൾ 20, 5 എത്തുമ്പോൾ 25, 6 എത്തുമ്പോൾ 30, 7 എത്തുമ്പോൾ 35, 8 എത്തുമ്പോൾ 40, 9 എത്തുമ്പോൾ 45, പിന്നെ 10 എത്തുമ്പോൾ 50, പിന്നെയോ 11 എത്തുമ്പോൾ 55, 12 എത്തുമ്പോൾ 60. ഇങ്ങനെ 5 കൂട്ടിയാണ് കേട്ടോ നമ്മൾ ക്ലോക്കിൽ നമ്മൾ ആ ഒരു ടൈം പറയുക. അപ്പോൾ മക്കളെ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. പാർട്ട് 2 ആയിട്ട് ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ.